സന്ധി പ്രകരണത്തിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അച്ചുസന്ധി ഓർ സ്വരസന്ധിനകത്ത് നമുക്ക് എന്തൊക്കെ അഡീഷൻസ് വേണം 2021 സ്കീമിൽ എന്തൊക്കെ അഡീഷൻസ് വേണം എന്നായിരുന്നു അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ യണുസന്ധി, ഗുണസന്ധി, വൃദ്ധിസന്ധി ആൻഡ് അയവായവസന്ധി നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരുന്നു. അതിൽ എന്തൊക്കെ അഡീഷൻസ് വേണമെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലോപസന്ധി, പരരൂപസന്ധി, പൂർവ്വരൂപസന്ധി ആൻഡ് പ്രകൃതിഭാവസന്ധി. അങ്ങനെ 4 ടോപ്പിക്സ് ആണ് നമുക്കിന്ന് വരിക. ആൻഡ് അതിൽ പരരൂപ ആൻഡ് പൂർവ്വരൂപ സന്ധികൾ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെ സന്ധി സോൾവ് ചെയ്യണം എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്? എന്താ, ആ പരരൂപസന്ധിയുടെ സൂത്രം നമ്മൾ പഠിക്കണം. ഓക്കെ, ആൻഡ് പൂർവ്വരൂപസന്ധിയുടെയും സൂത്രം പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പരരൂപ ആൻഡ് പൂർവ്വരൂപസന്ധി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ലോപസന്ധിയും പ്രകൃതിഭാവസന്ധിയും പഠിക്കാം. ഓക്കെ, പൂർവ്വരൂപസന്ധി. അപ്പോൾ അവിടെ തന്നെ എന്തോ ഉണ്ടായിരുന്നു അല്ലേ? എ അല്ലെങ്കിൽ ഓയുടെ കൂടെ ആ ചേരുമ്പോൾ ആ എന്തായിട്ട് മാറുമെന്നായിരുന്നു നമ്മൾ പഠിച്ചത്? ഈ ഹ്രസ്ലേഷൻ അല്ലെങ്കിൽ അവഗ്രഹ ചിഹ്നമായിട്ട് മാറും. ഒറ്റ സിംഗിൾ വേർഡ് ആവുമ്പോൾ അവിടെ എ ആ അങ്ങനെ 2 സ്വരങ്ങൾ അവിടെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് പകരം ആ എന്തായിട്ട് മാറും? അവഗ്രഹ ചിഹ്നമായിട്ട് ഇങ്ങനെ ഒരു എസ് പോലെയുള്ള ഒരു സാധനമായിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആൻഡ് അത് വെച്ച് സന്ധി സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആൻഡ് അതിൻ്റെ സൂത്രം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഏങ്ങഹ പദാന്താത് അതി, അതാണ് അതിൻ്റെ സൂത്രം. അപ്പോൾ നിങ്ങൾ നോട്ട്സിനകത്ത് സൈഡിൽ ഇതും കൂടെ എഴുതി വയ്ക്കുക. ഏങ്ങഹ പദാന്താത് അതി എന്ന് എഴുതി വയ്ക്കുക. 21 സ്കീമിന് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അവിടെ ഏത് സൂത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. സന്ധി സോൾവ് ചെയ്യാൻ മാത്രമല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നേരത്തെ നോട്ടിൽ അതില്ലാത്തതുകൊണ്ട് ഈ സാധനം അവിടെ എഴുതി വയ്ക്കുക, ഏങ്ങഹ പദാന്താദതി. ഓക്കെ, അത് നിങ്ങളുടെ സിലബസിൽ കിടപ്പുണ്ട്. പൂർവ്വരൂപസന്ധിയുടെ ശ്ലോകം എന്താണ് എന്നുള്ളത്, അതിൻ്റെ സൂത്രം അവിടെ അതിൻ്റെ നേരെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോട്ട്സിൽ അത് ആഡ് ഓൺ ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, ഇനി സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഹരേ പ്ലസ് അവ എന്ന് വരുമ്പോൾ എ പ്ലസ് ആയാണ് വന്നത് അല്ലേ. അപ്പോൾ എയും ഏങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? എ ഓ ങ്, അതാണ് എ ഓ, 2 അക്ഷരമാണ്. ഓക്കെ, ഏങ്ങിൻ്റെ കൂടെ ആ ചേരുമ്പോഴാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പൂർവ്വപദം ആദ്യത്തെ പദത്തിൻ്റെ അവസാനം ഏങ്ങിൽ ഏതെങ്കിലും എ അല്ലെങ്കിൽ ഓ, അതിൻ്റെ കൂടെ ആ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മുടെ പൂർവ്വരൂപസന്ധി. അതായത് ആ മാറിയിട്ട് അവഗ്രഹ ചിഹ്നമായിട്ട് മാറും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ സൂത്രം മാത്രം അറിഞ്ഞാൽ മതി. സൂത്രത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ ഏങ്ങുകൾ എന്തായിട്ട് മാറും? ഏങ്ങഹ പദാന്താത് അതി. അപ്പോൾ ഏങ്ങിൻ്റെ കൂടെ ആ ചേരുമ്പോൾ അവിടെ എന്തായിട്ടാണ് മാറുന്നത്? ആ എന്നുള്ളത് അവഗ്രഹ ചിഹ്നമായിട്ട് മാറും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പരരൂപസന്ധിയാണ്. ഓക്കെ, അപ്പൊ പരരൂപസന്ധിയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഉപസർഗത്തിന്റെ കൂടെ എന്ത് വരുമ്പോൾ? എ ഓർ ഓ വരുമ്പോൾ അവിടെയും എന്താണ്? ഏങ് തന്നെയാണ്. അപ്പൊ നോക്കിക്കോ, ഏങ്ങി പരരൂപം, അതാണ് അതിന്റെ സൂത്രം വരുന്നത്. ഓക്കെ, അപ്പൊ സൂത്രം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഒരു അക്ഷരം അതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ ആദ്യം ഏങ്ങാണ് വരുന്നത്. ഓക്കെ, ആ ഏങ്ങ് എന്തിന് ശേഷമാണ് വരുന്നത്? നമ്മുടെ ഉപസർഗത്തിന് ശേഷം ഏങ്ങ് വരുമ്പോൾ എന്ത് വരും? ആ ഉപസർഗത്തിൻ്റെ അറ്റത്ത്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പ്ര പ്ലസ് ഏജതേ, നമ്മൾ യൂഷ്വലി ആണെങ്കിൽ പ്ര എന്ന് പറയുമ്പോൾ അവിടെ ഏത് അക്ഷരമാണ് നമ്മൾ നോക്കുക? ആ എന്ന് അവസാനിക്കുന്നത്, ആ പ്ലസ് എ ആണ് വരേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഇത് പ്ര എന്ന് പറയുന്നത് ഉപസർഗമായത് കൊണ്ട് ആ ഉപസർഗത്തിന്റെ കൂടെ എ ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും? ജസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്താൽ മതി, പ്രേജതേ എന്നായിട്ട് മാറും. ഓക്കെ, നമ്മൾ സാധാരണ
ആഡ് ഓൺ ചെയ്യുന്ന പോലെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ഉപസർഗമായതുകൊണ്ടാണ്. ഉപസർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ സംജ്ഞാപ്രകരണത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആൻഡ് ഉപസർഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ്സും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഉപസർഗം ഇനി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉപസർഗത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു അക്ഷരം വരുമ്പോൾ ആ ഉപസർഗത്തിനെ ജസ്റ്റ് അതേപോലെ, ഇപ്പം പ്ര പ്ലസ് ഏജത എന്നാണെങ്കിൽ അതിൽ ആ മാറിയിട്ട് അവിടെ എ മാത്രം വരും. ഓക്കെ, പ് പ്ലസ് ര് പ്ലസ് ആയാണ് പ്ര എന്ന് നമുക്കറിയാലോ. അപ്പം അവിടെ ആ അവസാനം വരുന്ന ആ സ്വരം റീപ്ലേസ് ചെയ്തിട്ട് ആ ഏങ്ങുകളായിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് അതിനെ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലോപസന്ധിയാണ്. ലോപസന്ധി നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ സൂത്രം പറയുന്നത് ലോപഹ ശാകല്യസ്യ എന്നാണ്. അപ്പം നമുക്ക് സന്ധി ഏതാണെന്ന് അറിയണം, അതിൻ്റെ സൂത്രം അറിയണം, എങ്ങനെ സോൾവ് ചെയ്യാമെന്നും അറിയണം അല്ലേ. അപ്പം സൂത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്ന് നിർബന്ധമില്ല. അത് എക്സ്പ്ലെയിൻ ദ സൂത്ര അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സന്ധി എന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ ഐഡൻറ്റിഫൈ ദ സന്ധി ആൻഡ് ഏത് സൂത്രമാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്, അത്രയും ക്വസ്റ്റ്യനേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലോപഹ ശാകല്യസ്യ, അതാണ് അതിൻ്റെ സൂത്രം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ. അവർണാത് പരസ്യ പദാന്ത യ ഓർ വകാരസ്യ ച സംഹിതായാം അശ്വർണേ പരേ ശാകല്യസ്യ മതേന ലോപഹ ഭവതി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്രേ ഓർത്തിരിക്കണ്ടുള്ളൂ. ആ അല്ലെങ്കിൽ ആ, അകാരത്തിന് ശേഷം എന്നാ പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ആ, അല്ലെങ്കിൽ ഹ്രസ്വമായിട്ടുള്ള ആ, അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ആ, അതിൻ്റെ കൂടെ യാ അല്ലെങ്കിൽ വ, യകാരമോ വകാരമോ ചേരുമ്പോൾ അവിടെയുള്ള ആ യായും വായും എലിമിനേറ്റ് ആവും. എപ്പോൾ? ആ യകാരത്തിനോ വകാരത്തിനോ ശേഷം അശ് ആണ് വരുന്നതെങ്കിൽ. അപ്പം ഈ അശ് എന്താണ്? നമ്മൾ മാഹേശ്വര സൂത്രങ്ങളിൽ പഠിച്ച അശ് എന്ന് പറഞ്ഞ പ്രത്യാഹാരമാണ്. അപ്പം അവിടെ ആ ഇ ഉ ന് ഋ ഋക്ക് എ ഓങ് ഐ ഔച്ച് ഹയ വരട്ട് ലണ് ഞമങ്ങണനം ജപഞ്ഞ് ഘടദശ് ജപഘടദശ് വരെ വന്നാലേ അശ് ആവുള്ളൂ. ഓക്കെ, അപ്പം ഏതൊക്കെ വരും? സ്വരാക്ഷരങ്ങളെല്ലാതും, അതേപോലെ ഹ യ വ ര ല ഞ മ ങ ണ ന ജ ഭ ഞ് ഘടദശ് ജപഘടദ, അത്രയും അക്ഷരങ്ങളുടെ ആണ് എന്തിനു ശേഷം വരുന്നത്? ആ അല്ലെങ്കിൽ ആയുടെ കൂടെ യ് ഓർ വ് ചേരേണ്ട സ്ഥലത്ത് യാ അല്ലെങ്കിൽ വാന് ശേഷം ഈ അക്ഷരങ്ങളാണെങ്കിൽ, അശ് എന്ന് പറഞ്ഞ പ്രത്യാഹാരത്തിൽ പെടുന്ന അക്ഷരങ്ങളാണെങ്കിൽ ആ യകാരം അല്ലെങ്കിൽ വകാരം അവിടുന്ന് എലിമിനേറ്റ് ആവും എന്നാ പറഞ്ഞത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വനേ പ്ലസ് ഇതി എന്നാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാണ്? എ ആണ് അല്ലേ. നേ എന്ന് പറയുമ്പോൾ ന് പ്ലസ് എ. അപ്പോൾ രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഇ. അപ്പം ശരിക്കും അവിടെ എന്തായിട്ട് വരണ്ടേ? നമ്മുടെ അയവായവ സന്ധിയിൽ എ മാറിയിട്ട് ഐ ആവും എന്നുള്ളതായിരുന്നു വരണ്ടേ അല്ലേ. അപ്പോൾ വനയ് പ്ലസ് ഇതി എന്ന് വരുമായിരുന്നു അത്. അപ്പോൾ വനയിതി എന്നായിരുന്നു ശരിക്കും വരണ്ടേ. പക്ഷേ ഈ ലോപഹ ശാകല്യസ്യ എന്ന് പറഞ്ഞ സൂത്രം വെച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഈ യാ അല്ലെങ്കിൽ വായന് ശേഷം എന്ത് അശുകളേതും ആയിക്കോട്ടെ, അപ്പൊ ഈ വന്നു ഇവിടെ അല്ലെ. അപ്പൊ അത് വന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ആ യിന് ലോപം സംഭവിക്കും. ആൻഡ് ആ യ് അവിടെ നിന്ന് എലിമിനേറ്റ് ആയിപ്പോവും. അങ്ങനെ നമ്മുടെ സന്ധിയിൽ വന പ്ലസ് ഇതി എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വനേ പ്ലസ് ഇതി എന്നുള്ളത് സന്ധി ചെയ്തു വരുമ്പോൾ വന ഇതി എന്നായിട്ടേ മാറുള്ളൂ. വന ഇതി എന്ന് വരില്ല. ആ യകാരം അവിടെ എലിമിനേറ്റ് ആയിട്ട് പോയി. ഓക്കെ, അതാണ് ലോപസന്ധിയിൽ പറയുന്നത്. വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം നമുക്ക്. ദ്വൗ പ്ലസ് ഏതൗ എന്ന് വന്നു. അപ്പോൾ ഇവിടെ എ ആണ്, അശാണ്. ഓക്കെ, ഔ പ്ലസ്
എ വരുമ്പോൾ അവിടെ എന്തായിരുന്നു വരേണ്ടത്? ഔ പ്ലസ് സ്വരാക്ഷരം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ടായിരുന്നു മാറേണ്ടത്? ആവ് എന്നായിട്ടായിരുന്നു മാറേണ്ടത് അല്ലേ? അപ്പൊ ദ്വാവ് പ്ലസ് ഏതൗ എന്നായിരുന്നു വരണ്ടേ. അപ്പൊ ആ വകാരം എലിമിനേറ്റ് ആയിപ്പോ, അങ്ങനെ ദ്വാ ഏതൗ എന്നായിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രകൃതി ഭാവസന്ധിയാണ്. ആൻഡ് പ്രകൃതി ഭാവസന്ധിയിൽ 2 സൂത്രങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.